ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗാണ്. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ ദേ കാപ്പിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. ഇന്നത്തെ കാപ്പി ദോശയാണ്. ദോശ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ 2 മുട്ട എടുത്ത് പുഴുങ്ങാനായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് മുട്ടക്കുറുമ ഉണ്ടാക്കാൻ പോവുകയാണ്. കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു പിടി തേങ്ങ മതി കേട്ടോ. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി, കുറച്ച് പെരുംജീരകം പൊടിച്ചത്, അതുപോലെ ഒരു കഷ്ണം പച്ചമുളക് ഞാൻ ഒന്ന് ഒടിച്ചിട്ട് കൊടുത്തത്. നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഒടിച്ചിട്ട് കൊടുത്തത്. പിന്നെന്താ, ഒരല്ലി വെളുത്തുള്ളിയും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് 2 വറ്റൽമുളകും കൂടെ പൊട്ടിച്ചത് ഇട്ട് കൊടുത്തിട്ട് ഇച്ചിരി കരിവേപ്പിലയും സവോളയും കൂടെ കൊത്തി അരിഞ്ഞതാണ് കേട്ടോ. കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കണം. ഒരു തക്കാളി ഉണ്ടെങ്കിൽ തക്കാളിയും കൂടെ കുനുകുനാ ഒന്ന് അരിഞ്ഞിട്ട് കൊടുത്താൽ നല്ലതായിരിക്കും. പിന്നെ ഈ മുട്ടക്കുറുമ പല വിധത്തിൽ വയ്ക്കാം. നമ്മൾ സാധാരണ കുറുമ വെക്കുമ്പോഴത്തേക്കും കുറച്ച് വെജിറ്റബിൾസും കൂടെ ചെയ്യുമല്ലോ, ആഡ് ചെയ്യും. അതായത് ബീൻസോ ഉരുളക്കിഴങ്ങോ തക്കാളിയോ ഒക്കെ നമുക്ക് ചെയ്യാം. ക്യാരറ്റും ഒക്കെ ചേർക്കാം കേട്ടോ. ഒക്കെ ഒന്ന് പുഴുങ്ങി ചേർക്കാം. എൻ്റെ കയ്യിൽ ഒന്നുമില്ല, അതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്യുന്നില്ല. ഞാനിപ്പോൾ സവാള മാത്രം ഉപ്പിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നൊരു വഴിയാണ് കേട്ടോ. പിന്നെ അതേ കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ഒന്ന് വാടി വരട്ടെ. ആ ടൈമിൽ മുട്ടയൊക്കെ ഇവിടെ പുഴുങ്ങിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല. ഇന്നലത്തെ വീഡിയോയാണ് കേട്ടോ. ഇന്നലെ എനിക്ക് പിന്നെ സ്കൂളിലൊക്കെ പോകണമായിരുന്നു. പിന്നെ വന്നപ്പോൾ എഡിറ്റ് ചെയ്യാനൊന്നിനും പറ്റിയില്ല. അപ്പം അതൊക്കെയാണ് ഇന്നലെ വീഡിയോ ഇടാൻ പറ്റാതിരുന്നത്. ഷോർട്ടും ഞാൻ എഡിറ്റ് ചെയ്തില്ല. ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുത്തിട്ട് എഡിറ്റ് ചെയ്തില്ല കേട്ടോ. വീഡിയോ ഇങ്ങനെ ഗാലറി തന്നെ ഇട്ടിരുന്നു. ഇന്ന് രാവിലെ ഇരുന്നിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത്. ഇന്ന് രാവിലെ എണീറ്റ പാടെ തന്നെ എഡിറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോൾ നമസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിരുന്നിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ മുട്ടയൊക്കെ ഞാനൊന്ന് നല്ലതുപോലെ പുഴുങ്ങിയെടുത്തിട്ട് ഞാൻ കുറച്ച് നേരം പച്ചവെള്ളത്തിലോട്ട് ഇട്ട് വെച്ചിരിക്കും കേട്ടോ. അപ്പോഴത്തേക്ക് നല്ലതുപോലെ അങ്ങ് കല്ലിച്ച് നല്ല പരുവായി കിട്ടും. എനിക്ക് പറ്റുന്നൊരബദ്ധം, ഞാൻ കുറച്ച് തിളച്ച് വരുമ്പോഴത്തേക്കും എനിക്ക് തോന്നും പുഴുങ്ങി കെട്ടിക്കാളൂന്ന് കേട്ടോ. പിന്നെ തുറന്ന് വെക്കുമ്പോഴത്തേക്കും അതൊന്ന് പൊളിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ഈ ഒരു തോട് ഇളകി വരത്തില്ല. നല്ലതുപോലെ വെന്തെങ്കിലല്ലേ ഇളകി വരത്തുള്ളൂ. കുറച്ച് പച്ചവെള്ളത്തിലിട്ട് വെക്കുമ്പം പെട്ടെന്ന് അങ്ങ് ആയിക്കോളും കേട്ടോ. അങ്ങനെ മുട്ടയൊക്കെ ഞാൻ അവിടെ പൊളിച്ചെടുക്കുന്നുണ്ട്. അതിനിപ്പോൾ 2ആയിട്ടൊന്ന് കീറി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതേ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ അരപ്പങ്ങ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ലേശം ഉപ്പും കൂടെയൊക്കെ നോക്കിയിട്ട് ഇട്ടാൽ മതി കേട്ടോ. ഞാൻ സവോള വരട്ടിയപ്പോഴത്തേക്കും ഒന്നുകൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം മാത്രം ഉപ്പിട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ കീറി എടുത്തിട്ടുള്ള മുട്ടയും കൂടെയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് 2 ഇതിലുണ്ടാക്കാം. നമുക്കൊന്ന് പൊരിച്ചതുപോലെ നമുക്ക് മുട്ടയൊന്ന് ഇങ്ങനെ ചിക്കി എടുക്കത്തില്ലേ, എന്നിട്ട് ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ ഇങ്ങനെ പുഴുങ്ങി ഇട്ട് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ വാപ്പ പാലൊക്കെ കൊണ്ടുവന്നു. അങ്ങനെ വാപ്പ ഇൻസുലിനൊക്കെ കുത്തിയിട്ട് ദേ വന്നിട്ട് ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് അടുപ്പിൽ പാത്തുവിന് കുടിക്കാൻ കൊടുക്കാൻ ഇച്ചിരി പാലും കൂടെ കാച്ചിയെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പാത്തുക്കുട്ടിക്ക് കാപ്പിയൊക്കെ കൊടുത്തു. എന്നിട്ട് ഞാൻ കൊച്ചിനെ പള്ളിയിൽ കൊണ്ടാക്കി വന്നു കേട്ടോ. വന്നതിന് ശേഷം എടുത്ത വീഡിയോയാണ് പിന്നെ ഇത്. 2 ദിവസമായിട്ടേ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നില്ലേ, നെഗറ്റീവ് കമൻസാണ്. 2 ദിവസമായിട്ട് നമ്മളിടുന്ന വീഡിയോസിന് ഒരാൾ തന്നെ ചുമ്മാ കുത്തിയിരുന്ന് നെഗറ്റീവ് കമൻറ്റ് ഇടുന്നുണ്ട്. എനിക്ക് ഈ 3 വർഷത്തിനിടയിൽ നെഗറ്റീവ് കമൻറ്റ് വളരെ ചുരുക്കമേ വന്നിട്ടുള്ളൂ. ഇത്രയും വൃത്തിയായിട്ട രീതിയിൽ ആരും ഇട്ടിട്ടില്ല. അതാണ് എൻ്റെ ഒരു രസം. കുറേ ഞാനങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ സഹിക്കാൻ പറ്റാതെ ആയതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇങ്ങനെ ഒരു വീഡിയോയിൽ തന്നെ ഇതങ്ങ് പറയാമെന്ന് വിചാരിക്കുന്നത്. മറ്റൊന്നുമല്ല, ഒരാൾക്ക് ഭയങ്കര ചൊറിച്ചിൽ. ആളുടെ ID ഞാനങ്ങ് മറച്ചു വെച്ചത് ഒരിക്കൽ കൂടി ആവട്ടെ എന്ന് കരുതിയിട്ട് മാത്രമാണ് കേട്ടോ. എന്താണ് ഞാൻ ഫസ്റ്റ് ചോദിക്കുന്ന രീതികൾക്ക് മാറ്റം നമ്മൾ ഈ എന്ത് കാര്യവും നമ്മൾ ചോദിക്കുന്ന രീതി അനുസരിച്ചിരിക്കും അതിനുള്ള റിപ്ലൈ അല്ലേ. നമ്മൾ ഏത് കാര്യവും നമ്മൾ അവതരിപ്പിക്കുന്ന രീതി അനുസരിച്ചിരിക്കും. പുള്ളിക്കാരിക്ക് നേരിട്ട് എങ്ങനെ ചോദിക്കാം, നിങ്ങൾ വലത് കൈ അല്ലേ യൂസ് ചെയ്യുന്നത് എന്ന് ചോദിക്കാം. അതിന് പകരം ഞാൻ കമൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇടത് കൈ വെച്ചിട്ടാണോ നിങ്ങൾ ചെയ്യുന്നത്? ഞങ്ങളൊന്നും അങ്ങനെ ചെയ്യാറില്ല. പുട്ടും നനയ്ക്കുന്നു, ഞങ്ങൾ ഇടത് കൈ വെച്ച് കഴിക്കാറില്ല, കുടിക്കാറില്ല, പാചകം ചെയ്യാറില്ല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റ്. എന്നാൽ ഒറ്റയടിക്ക് ഈ സാധനത്തിന് ചോദിക്കാവുന്നതേ ഉള്ളൂ, നിങ്ങൾ വലത് കൈ അല്ലേ യൂസ് ചെയ്യുന്നത്. ഒരുപാട് കമൻറ്റ് അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ.
അതിന് അവരിടുന്ന കമൻറ്റിന് മാന്യമായിട്ടുള്ള റിപ്ലൈ, അവരിടുന്ന മാന്യതയ്ക്ക് അനുസരിച്ചിട്ടുള്ള റിപ്ലൈ ഞാൻ കൊടുത്തിട്ടുമുണ്ട്. കാരണം എൻ്റെ അടുത്ത് മിക്കപ്പോഴും ആളുകൾ ചോദിച്ചിട്ടുണ്ട്, തുടക്കമാണ് കൂടുതൽ വന്നിട്ടുള്ളത്. ചാനൽ തുടങ്ങിയ സമയത്ത് ഇത്ര നിങ്ങൾ ഇടത് കൈയാണോ നിങ്ങൾക്ക് വാക്ക്, ഇടത് കൈ വെച്ചിട്ടാണല്ലോ ജോലിയൊക്കെ ചെയ്യുന്നത്, പാചകം ചെയ്യുന്നത്, കഴിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതിനുള്ള മാന്യത അനുസരിച്ചുള്ള മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചിട്ടാണ് ഇന്നോളം ഉള്ള വീഡിയോ എടുത്തിട്ട്, വളരെ ചുരുക്കം വീഡിയോ മാത്രമേ ഉള്ളൂ ബാക്ക് ക്യാമറ വെച്ചിട്ട് മാത്രമേ എടുത്തിട്ടുള്ളത് കേട്ടോ. ബാക്കിയെല്ലാം ഫ്രണ്ട് ക്യാമറ വെച്ചിട്ട് എടുത്തത്. അതിന് പല പല റീസൺ ഉണ്ട്. ഈ ഫ്രണ്ട് ക്യാമറ ഉപയോഗിക്കുന്നതിന് പല റീസൺ ഉണ്ട്. നമുക്ക് അഥവാ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ബാക്ക് ക്യാമറ ആണെങ്കിൽ ഒരു കോൾ വരുന്ന സമയത്ത് നമ്മൾ റെക്കോർഡ് കട്ടാവും, കോൾ അവിടെ വന്നുകൊണ്ടിരിക്കുമല്ലേ, അപ്പോൾ റെക്കോർഡ് കട്ടാവും. നമ്മൾ ചെയ്യുന്ന ജോലി നടത്തിക്കൊണ്ടിരിക്കും, നമ്മൾ റെക്കോർഡ് ആവുമെന്ന്, അങ്ങനെ പല അബദ്ധവും എനിക്ക് പറ്റിയിട്ടുണ്ട്. ലാസ്റ്റേ നമ്മൾ നോക്കത്തുള്ളൂ, കാരണം നമ്മൾ വീഡിയോയും എടുക്കണം, നമ്മുടെ ജോലി നടക്കുന്നതെല്ലാം നടക്കത്തില്ല. അതുകൊണ്ട് ഫ്രണ്ട് ക്യാമറ എടുക്കുമ്പോഴത്തേക്കും, പിന്നെ ബാക്ക് ക്യാമറയൊക്കെ കുറച്ചുകൂടി വൃത്തി എനിക്ക് തോന്നിയിട്ടുണ്ട് ഫ്രണ്ട് ക്യാമറയ്ക്ക്. അതുകൊണ്ടാണ് ഞാൻ ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്യുന്നത്. ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമ്മളെ വലത് ഇടതാവും, അതാണ് സംഭവം. ഞാൻ വലത് കൈ വെച്ച് ചെയ്യുന്നതെല്ലാം ഇടത് കൈ വെച്ചിട്ടാണെന്ന് നിങ്ങൾക്ക് തോന്നും. അതാണ് സംഭവിച്ചിരിക്കുന്നത് കേട്ടോ. അതാണ് എൻ്റെ ഉള്ള മാന്യമായിട്ടുള്ളൊരു ചോദ്യം എന്ന് പറയുന്നത്. നിങ്ങൾ ഇടത് കൈയാണോ ഉപയോഗിക്കുന്നതെന്ന് ചോദിക്കാം. പുള്ളി അതിന് വളച്ച് കെട്ടി വേറൊരു രീതിയിലാണ് സംസാരിച്ചത്. എനിക്കിഷ്ടപ്പെട്ടില്ല. നമ്മൾ ഏത് കാര്യവും നമ്മൾ അവതരിപ്പിക്കുന്ന രീതി അനുസരിച്ചിരിക്കും. വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് പുള്ളിക്കാരി കമൻറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും 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 കമൻറ്റ് ചെയ്തു. റിപ്ലൈ കൊടുക്കാതിരുന്നപ്പോഴാണ് കമൻറ്റ് ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ. നിങ്ങൾ കല്യാണത്തിന് പോകുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങളെ ഇട്ട് കാണിച്ചിട്ട് എന്തിനാണ് ബോറടിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ, പുള്ളിക്കാരി ആദ്യമായിട്ടാണ് പിന്നെ ഈ ഒരു കല്യാണമൊക്കെ കാണുന്ന ഒരു വീഡിയോ, ഇടുന്നൊരു വീഡിയോ യൂട്യൂബിൽ കണ്ടത്. അതെൻ്റെ വീഡിയോയാണ്. അതുപോലെ മീനിൽ മസാല തേക്കാൻ ഞങ്ങൾക്ക് ഇതിനേക്കാൾ എനിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ പറയുന്നത്, പുള്ളിക്കാരി ആദ്യമായി മീനിൽ മസാല പുരട്ടി കണ്ട ഒരേ ഒരു വീഡിയോ എൻ്റെതാണ്. കാരണം വേറെ ആരുടെയും വീഡിയോ പുള്ളിക്കാരി കണ്ടിട്ടില്ല. ഈ പുള്ളിക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ബോറടിക്കുന്നതാണ് കേട്ടോ പറയുന്നത്. എൻ്റെ വീഡിയോ കണ്ടിട്ട് ബോറടി ഉണ്ടെങ്കിൽ ഒരാൾ എനിക്ക് നിർബന്ധിക്കാൻ പറ്റുമോ, നിങ്ങൾ കുത്തിയിരുന്ന് എൻ്റെ വീഡിയോ കാണണമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ബോറടി ആണെങ്കിൽ, നമുക്ക് ബോറടി ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകും. നമുക്ക് താല്പര്യമുള്ളൊരു വീഡിയോ മാത്രം എടുത്തിട്ട് കാണും, അങ്ങനെയല്ലേ ചെയ്യുന്നത്. അതാണ് അതിനുള്ളൊരു സൊല്യൂഷൻ, അതാണ്, വേറൊന്നും. അപ്പോൾ എന്തായാലും ആ ചേച്ചി ഇനി എൻ്റെ വീഡിയോ കാണത്തില്ല കേട്ടോ. എത്രയും ബുദ്ധിമുട്ടി ചേച്ചി ഇരുന്ന് എൻ്റെ വീഡിയോ കണ്ട് തീർത്തിട്ട് പിന്നെ അത് ബോറടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ചേച്ചി ഇനി എൻ്റെ വീഡിയോ കാണത്തില്ല. തുടക്കം മുതലേ എൻ്റെ വീഡിയോ ചാനൽ തുടങ്ങിയ സമയം മുതലേ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. അവർ തന്നെയാണ് ഇന്നും കമൻറ്റ് സ്ഥിരമായി ചെയ്യുന്നവർ കേട്ടോ. അന്ന് മുതലേ ചെയ്യുന്നവരെ ഞാൻ നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. എനിക്കറിയാം അവരെ. എനിക്ക് അവരോട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അതുപോലെ പുതിയ കൂട്ടുകാരൊക്കെ വരുന്നുണ്ട്, വീഡിയോ ഇഷ്ടപ്പെട്ട് തന്നെ വരുന്നവരുണ്ട്. ചില ആളുകളുണ്ട് കേട്ടോ, നെഗറ്റീവ് പറഞ്ഞിട്ട് കാത്തിരിക്കും അതിന് എത്ര ലൈക്ക് കിട്ടുന്നു, അതിനടിയിൽ എന്നെപ്പോലെ നെഗറ്റീവ് വേറെ എത്ര വരുന്നുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഉള്ളവരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ട ഒരാളാണ് ഈ ആൾ കേട്ടോ. അപ്പോൾ എന്തായാലും അവരെൻ്റെ വീഡിയോ ബുദ്ധിമുട്ടി കാണണമെന്നില്ല. വീഡിയോ താല്പര്യമുള്ളവർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ എൻ്റെ ജോലിയൊക്കെ ഇതിനിടയ്ക്ക് നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. കുറച്ച് വെളുത്തുള്ളി ഉണ്ടല്ലോ, ഞാൻ മേടിച്ചിട്ട് ഇതുപോലെ അങ്ങ് വെച്ചിരുന്നു കേട്ടോ. എടുത്തു നോക്കിയപ്പം കുറച്ചൊക്കെ അങ്ങ് ചീത്തയായിപ്പോയി, കുറച്ചൊക്കെ പൊളിച്ചിട്ടു. ശരിക്കും അതിൻ്റെ കാര്യം വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അത് ഞാനൊന്ന് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി, വെയിലത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്തു. അപ്പോഴത്തേക്കും നമ്മുടെ ആ തോലൊക്കെ പെട്ടെന്ന് പൊളിച്ചെടുക്കാൻ പറ്റുമല്ലോ. പിന്നെ കൊച്ചുള്ളിയും കൂടെയൊക്കെ കുറച്ച് തോലൊക്കെ കളഞ്ഞിട്ട് ഒരു പെട്ടിക്കകത്തിട്ട് വെക്കാൻ അതിൽ ഉള്ളത് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഇട്ട് വെക്കുമ്പോഴത്തേക്കും നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ജോലി അങ്ങ് ഒതുങ്ങും കേട്ടോ. ഇനിയിപ്പോൾ പച്ചക്കറി ആണെങ്കിലും തോരനോ അവിയലിനോ ഒക്കെ ആണെങ്കിൽ ഇതുപോലുള്ള ബോക്സൊക്കെ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ കിട്ടും. വാങ്ങിച്ചിട്ട് നമുക്ക് ഇത് കണക്ക് നാളത്തേക്ക് വേണ്ടിയിട്ട് അവിയലോ തോരനോ എന്ത് വേണമെങ്കിലും നമുക്ക് നേരത്തെ അരിഞ്ഞ് പറക്കി വെക്കാം. ഇപ്പോഴത്തെ ഒരു ചൂടത്തും കൂടെ ഞാൻ പറയുക കേട്ടോ, നമ്മുടെ ജോലിയൊക്കെ ഒന്ന് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് തലേന്ന് വൈകുന്നേരമോ രാത്രിയൊക്കെ നമുക്ക് ടൈം ഉണ്ടല്ലോ, ആ സമയത്തൊക്കെ ഇരുന്നിട്ടൊന്ന് അരിഞ്ഞ് പറക്കി വെച്ചാൽ പിറ്റേന്ന് രാവിലെ തന്നെ നമുക്കൊരു 10 മണിയാകുമ്പോൾ നമ്മുടെ ജോലിയൊക്കെ ഒതുങ്ങി നമുക്ക് അടുക്കളയിൽ നിന്ന് ഫ്രീ ആവാം. അപ്പോൾ ഭയങ്കര ചൂടല്ലേ, ഇപ്പോൾ ചൂട് കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്, കുറയുന്നൊരു ലക്ഷണവും കാണുന്നില്ല. ഇടയ്ക്കൊരു മഴ പെയ്തപ്പോഴത്തേക്കും ഒന്നുകൂടി അങ്ങ് ചൂട് കൂടി കേട്ടോ. നല്ലതുപോലെ വീണ്ടും ചൂട് ഇളകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൊച്ചിനെ മദ്രസയിൽ നിന്ന് കൊണ്ടുവന്നതിന് ശേഷമാണ് കുറച്ച് ജോലിയൊക്കെ ചെയ്തത്. പിന്നെ മോര് കറി കാച്ചി എടുത്തിട്ടുണ്ടായിരുന്നു, കുറച്ച് ചീര ഉണ്ടായിരുന്നു, അതൊക്കെ തോരൻ വെച്ചു. മീൻകറി തലേന്നത്തെ ഇരിപ്പുണ്ടായിരുന്നു, അത് ഞാൻ ചൂടാക്കിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ സ്കൂളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ടെക്സ്റ്റും കൂടെയൊക്കെ വരാനുണ്ടെന്ന് പറഞ്ഞു, കുറച്ചൊക്കെ കിട്ടി. അപ്പോൾ എന്തായാലും യൂണിഫോമൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നാളെ ഇൻഷാല്ലാ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ബൈ.